400-ലധികം പേർ മരിച്ച 150-ലേറെ പേരെ കാണാതായ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിലെ ദുരന്ത ബാധിത 2 വർഷം ആകുമ്പോഴും അവർക്ക് വീടില്ലാതെ കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ അവർ അനാഥരായി നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ സർക്കാരാണോ തെറ്റുകാർ, പ്രതിപക്ഷമാണോ തെറ്റുകാർ എന്ന് ചോദിക്കുന്നത് അവർ അമ്പരപ്പോടു കൂടിയായിരിക്കും ഈ രാഷ്ട്രീയ ചർച്ചയെ കാണുന്നുണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സർക്കാർ കണക്കാക്കിയ നഷ്ടം 1200 കോടിയായിരുന്നു. സർക്കാർ CMDRFിലേക്ക് ലഭിച്ചത് 70 കോടി 76 ലക്ഷം രൂപയാണ്. 351 കോടി രൂപയാണ് ടൗൺഷിപ്പിന് വേണ്ടി സർക്കാർ ചെലവാക്കുന്നത്. ആ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം 2 വർഷമാകുമ്പോഴും പൂർത്തിയായി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത ഒരു കുടുംബത്തിനെങ്കിലും താക്കോൽ കൊടുത്ത് ഇതിൽ കയറി താമസിക്കൂ എന്ന് പറയാൻ കഴിയുന്നില്ല. അത് സർക്കാരിന്റെ പിടിപ്പുകേടാണ്. സർക്കാരിന്റെ ഭരണ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നീതികേടാണ് അവർ കാണിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴും നമ്മൾ കണ്ട 778 വീടുകളിൽ ഒരു ഒറ്റ വീട് പോലും ശരിയായ രീതിയിൽ താമസയോഗ്യമായ ഒന്നായി മാറ്റാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇടതുമുന്നണി സർക്കാർ എന്തൊക്കെ അവകാശവാദം ഉന്നയിച്ചാലും അത് വലിയ പരാജയമാണെന്ന് ഞാൻ പറയും. ഇനി കോൺഗ്രസ് പിരിച്ചെടുത്ത പൈസയുടെ കാര്യം, ആ പൈസയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും അതിന് സുതാര്യത വേണം. വൻ തട്ടിപ്പ് ഒരുപക്ഷെ അതിന് പിന്നിൽ നടന്നിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് കണക്ക് ഹാജരാക്കാൻ കഴിയാത്തെന്നുള്ള ചോദ്യം അവരുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും ഒറ്റ കാര്യമുള്ളൂ, ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമവും അവരുടെ സുരക്ഷയും അവർക്ക് സ്വൈര്യമായി ജീവിക്കാനുമുള്ള അവകാശം അത് ഉറപ്പുവരുത്തേണ്ടത് ഭരിക്കുന്ന സർക്കാരാണ്. അതിന് കഴിയുന്നില്ലെങ്കിൽ അതിനായിരിക്കും ആദ്യം ഉത്തരം നൽകേണ്ടത്. ഏപ്രിൽ അവസാനമാകുമ്പോഴേക്കും 178 കുടുംബങ്ങളെ പാർപ്പിക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും കേരളത്തിലെ ഈ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതായിരിക്കണം നമ്മുടെ ചർച്ചയിലേക്ക് ഏറ്റവും ആദ്യം വരേണ്ട എന്നാണ് എന്റെ ഉറച്ച കാരണം സർക്കാർ അതിന് വാടക കൊടുക്കുന്നുണ്ട്. ഏപ്രിൽ അവസാനം എന്നുള്ളായിരുന്നു സർക്കാർ പറഞ്ഞ സമയം. ഇപ്പോൾ ഊരാളുകളുമായിട്ടുള്ള കരാർ കാലാവധിയും കഴിഞ്ഞിട്ടില്ല, പറഞ്ഞ തീയതിയും കഴിഞ്ഞിട്ടില്ല. അല്ല, ഊരാളുകളുമായിട്ടുള്ള കരാർ കാലാവധി ഒക്ടോബറാണ്. സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഏപ്രിൽ അവസാനമാണ്. ഒരു മിനിറ്റ്, സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഏപ്രിൽ അവസാനമാണ്. അതാണ് നമ്മുടെ മുന്നിൽ, അതാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.